എന്നുള്ളത് ഒരു സംഭാഷണമാണ്. പക്ഷെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇത് ശരിക്ക്. ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ് സംഭാഷണം വരുന്നത്. സർഗർമി 3. ശാലിനിക്ക് അബ്ബാജാൻ, ശാലിനിയുടെ അബ്ബാജാൻ ബാസാർ സെ, അങ്ങാടിയിൽ നിന്ന് എക് ഗുഡിയ ലായേ, ഒരു ഗുഡിയ കളിപ്പാവ ലായേ കൊണ്ടുവന്നു. വോ ഖുഷി സെ, സന്തോഷത്തോടെ ഗുഡിയ ലേക്കർ, ഗുഡിയ എടുത്തിട്ട് ദാദിക്ക് പാസ് ഗയി, ദാദിയുടെ അടുത്ത് പോയി. പാസ് അടുത്ത്, ആരുടെ അടുത്താണ് പോയതെന്ന് ചോദിച്ചാൽ കിസ്കെ പാസ് ഗയി എന്ന് ചോദിച്ചാൽ वो खुशी से गुड़िया लेकर दादी के पास, ദാദീൻ്റെ അടുത്ത് പോയി. ശാലിനിക്കോ ദേക്കർ, ശാലിനിയെ കണ്ടിട്ട് ദാദി അമ്മ പൂച്ചിനയിലേക്ക്, ദാദി അമ്മ ചോദിക്കാൻ തുടങ്ങി. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ പേരുകളൊന്നും പഠിച്ച് വെക്കരുത്. അല്ലാതെ വാക്കുകൾ, അർത്ഥം, പിന്നെ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതും പഠിക്കട്ടോ. ദാദി അമ്മ, ശാലിനി ബേട്ടി യഹ് ക്യാ ഹേ, ഇത് എന്താണ്, ഇതെന്താന്ന് ഇതിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? ശാലിനി ദാദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കല്ലേ, ഗുഡിയ. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? ശാലിനി ഏ ഡാഷ് ഹേ, ഏ ഗുഡിയ ഹേ. ഈ ഗുഡിയ എന്നുള്ളത് ഇങ്ങോട്ട് എഴുതും, ഏ ഗുഡിയ ഹേ. ദാദിയമ്മ ഏ കോൻ ലായേ, ഇതാര് കൊണ്ടുവന്നു? ആരാ കൊണ്ടുവന്നേ? അതും ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. ശാലിനിക്ക് അബ്ബാജാൻ, ശാലിനിയുടെ അബ്ബാജാൻ. അപ്പോൾ ഇവിടെ എന്ത് ഉത്തരം വരും? അബ്ബാജാൻ എന്ന് വരും. ए അബ്ബാജാൻ ലായേ. ദാദിയമ്മ ഏ കഹാംസെ ലായേ ബേട്ടി, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു ബേട്ടി? എവിടെ നിന്നാ കൊണ്ടുവന്നേ? ശാലിനിക്ക് അബ്ബാജാൻ, ശാലിനിയുടെ അബ്ബാജാൻ ബാസാർ സെ, അങ്ങാടിയിൽ നിന്ന് ഏക്ക് കുടിയാലായി, ഒരു കളിപ്പാവ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഉത്തരം എന്തെഴുതും? ഏ അബ്ബാജാൻ ബാസാർ സെ ലായേ ഹൈൻ. ഇനി ദാദിയമ്മ ചോദിക്കണേ, ദാദിയമ്മ ചോദിക്കുന്നതായിട്ടോ അല്ലെ പറയുന്നതായിട്ടോ എഴുതാം. അപ്പം നമുക്ക് പറയാം, ഈ ഗുഡിയ ബഹുത്ത് ഖൂബ്സൂറത്ത് ഹേ. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ടൊപ്പി എന്നുള്ള ടൊപ്പിനെ കുറിച്ചുള്ളത് മാത്രമാണ്. ഏത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വന്നാലും അതിൽക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് ആദ്യമ പറയുന്നത് ഏ ഗുഡിയ ബഹുത്ത് ഖൂബ്സൂറത്ത് ഹേ, നമുക്കിവിടെ എഴുതാം. അല്ലെങ്കിൽ ഏ ഗുഡിയ ഖൂബ്സൂറത്ത് ഹേ. गुड़िया ये गुड़िया बहुत खूबसूरत है. ए गुड़िया, ഈ കളിപ്പാവ ബഹുത്ത് വളരെ ഹൂബ്സൂറത്ത് ഹെ, ഭംഗിയുള്ളതാണ്. ഇനി ബഹുത്ത് എന്നില്ലെങ്കിലും ഈ ഗുഡിയ ഹൂബ്സൂറത്ത് ഹെ, ഈ കളിപ്പാവ ഭംഗിയുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് അത് കേൾക്കുമ്പം ശാലിനി എന്ത് പറയും? നമ്മൾ അബ്ബാജാൻ കൈസേഹ എന്നുള്ള പാഠത്തിൽ ലാസ്റ്റ് പഠിച്ചിരുന്നു ശുക്രിയ ചച്ച, താങ്ക് യു ചച്ച എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ശുക്രിയ ദാദിമ, ശുക്രിയ എന്ന് മാത്രം എഴുതിയാലും മതി. ശുക്രിയ. ഇത്രയാണ് മൂന്നാമത്തെ സർഗർമി എഴുതാനുള്ളത്.